ഹായ് സുന്ദരീസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടു ഡ്രീം ക്രാഫ്റ്റ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പൊട്ടാറ്റോയുടെ വർക്കായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിതിനു മുമ്പും ഇതുപോലത്തെ ഒരു പെയിൻറ്റിങ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് വെജിറ്റബിൾസ് വെച്ചിട്ട് വേറൊരു പെയിൻറ്റിങ് കൂടി ചെയ്യും. ഞാൻ ഇവിടെ മച്ചി കിച്ചണിൽ യൂസ് ചെയ്ത് വെച്ചിരുന്ന പൊട്ടാറ്റോ ആണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ എടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡ് ഞാനൊന്ന് ജസ്റ്റ് ചെത്തി എടുക്കുന്നുണ്ട്. നടു കറക്റ്റായിട്ട് കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് ഇതേപോലെ തന്നെ ബ്രഷിൻ്റെ ആവശ്യമില്ല, അതുപോലെ തന്നെ വേറെ പെയിൻറ്റും കാര്യങ്ങളൊന്നും ആവശ്യമില്ല, ഏതെങ്കിലും ഒരു കളർ. അപ്പോൾ ഗ്രീന് കോമൺ ആയിട്ട് എല്ലാവരിലും ഉണ്ടെങ്കിൽ ഗ്രീനും എടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഞാനിവിടെ റെഡ് തന്നെയാണ് എടുക്കുന്നത്. ഒരു ഹാർട്ട് ഷേപ്പാണ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മളെ ചാനൽ ഷെയർ ചെയ്യുക. അപ്പോൾ അതായത് ഇതുപോലെ ഞാനൊന്ന് സെൻറ്റർ കട്ട് ചെയ്തു. അതുപോലെ കേട്ടോ, കറക്റ്റ് സെൻറ്ററായിട്ട് തന്നെ കട്ട് ചെയ്യണം. അപ്പോൾ കയറി ഇറങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നോക്കിയിട്ട് ഇതുപോലെ ഞാനൊരു ബ്ലേഡാണ് യൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത് ഒന്നുകൂടി കട്ടി കുറയ്ക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും തിക്നെസ് വേണ്ട, നമുക്കൊന്നും കൂടി കട്ടി കുറയ്ക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു പീസ് തന്നെ 2-3 ഡിസൈൻസൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാ കൈ മുറിയാതെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ 2-3 ദിവസമൊക്കെ ആയിട്ട് എനിക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതുപോലെ ഒരു ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഹാർട്ട് ഷേപ്പാണ്, നിങ്ങൾക്ക് ഹാർട്ട് തന്നെ വേണമെന്നില്ല, ഇഷ്ടമുള്ള ഷേപ്പ് എടുക്കാം കേട്ടോ. ഡയമണ്ട് എടുക്കുന്നവർക്ക് ഡയമണ്ടൊക്കെ എടുക്കാനായിരിക്കും ഒന്നുകൂടി എളുപ്പം ഉണ്ടാവുക. സർക്കിൾ എടുക്കാം, സ്ക്വയർ എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഇനി നിങ്ങൾക്ക് ചെറിയ ചെറിയ ടെഡീനൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പെൻസിൽ അല്ലെങ്കിൽ ഒരു പെന്ന് വെച്ചിട്ട് ആദ്യം ഒന്ന് വരച്ച് നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഡയറക്റ്റ് ഇതുപോലെ ബ്ലേഡിൻ്റെ അറ്റം വെച്ചിട്ട് ഒരു ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്യാണ്. കട്ട് ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ച് കട്ട് ചെയ്യാം കേട്ടോ. സൈഡൊന്നും കട്ടായി പോവാതെ കറക്റ്റ് ആ ഒരു ഹാർട്ട് നമുക്ക് കറക്റ്റ് അവിടെ കിട്ടണം. ബാക്കി സൈഡൊക്കെ നമുക്ക് ചെത്തി ഒഴിവാക്കി കളയാം, അതിൻ്റെ ആവശ്യമില്ല. ആ ഒരു ഹാർട്ട് ഷേപ്പിൻ്റെ ആവശ്യം മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ ബ്ലേഡിൻ്റെ സൈഡ് വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കറക്റ്റ് 2 ഹാർട്ടിൻ്റെ ഭാഗമൊക്കെ കറക്റ്റ് ഷേപ്പൊക്കെ ഒന്ന് കറക്റ്റായി നോക്കിയിട്ട് ഇതേപോലെ തന്നെ സെറ്റ് ചെയ്തെടുക്കുക. ആ ഒരു ഹാർട്ട് കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് ഹാർട്ട് ഷേപ്പ് നല്ല നീറ്റായിട്ട് വരയ്ക്കാനൊക്കെ പറ്റുകയാണെങ്കിൽ പേടിക്കേണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ചെറിയ കുട്ടികളാണെങ്കിൽ ചെയ്യാനുള്ളൊരു ട്രിക്കാണ് എളുപ്പവഴി ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഇത് ഒരു ചെറുതായിട്ട് എന്തെങ്കിലും ഒരു പെൻസിൽ വെച്ചിട്ടൊന്ന് വരച്ച് നോക്കുക, അല്ലെങ്കിൽ ഒരു പെന്ന് വെച്ചിട്ടൊന്ന് വരച്ച് നോക്കിയിട്ട് അതേ അളവിന് ഇതേപോലെ തന്നെ ബ്ലേഡ് വെച്ചിട്ട് കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാനിത് ഇതുപോലെ ഒരു ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ അതേപോലെ തന്നെ നമുക്ക് ബ്രഷിൻ്റെ ആവശ്യം നമുക്കില്ല കേട്ടോ. ഇതിൽ ഡയറക്റ്റ് തന്നെ നിങ്ങൾക്ക് പെയിൻറ്റ് ഞാൻ കൈ വെച്ചിട്ടാണ് ആക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് പെയിൻറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പെയിൻറ്റ് ചെയ്യാൻ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നല്ല എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരെണ്ണം നമ്മൾ ലേഡീസ് ഫിംഗർ വെച്ച് ചെയ്തിരുന്നു. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ച് റെഡ് കളർ എടുത്തിട്ട് ഇതിന് മേലെ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്തു. ഇനി നമ്മൾ വൈറ്റ് കളർ ഒരു പേപ്പർ അല്ലെങ്കിൽ ഒരു ഷീറ്റ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, നമ്മൾ അച്ചടിക്കുന്ന പോലെ. ഇതേപോലെ വെച്ചിട്ട് ഇങ്ങനെ വെക്കുക, ഒന്ന് പ്രസ് ചെയ്യുക, എടുക്കുക. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഹാർട്ട് ഷേപ്പ് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ഫൈനലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നൊക്കെ നോക്കുക. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ചെറിയൊരു ഫ്ലവറാണ് സെറ്റ് ചെയ്ത് നോക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ലീഫൊക്കെ വരച്ച് നല്ല നീളമുള്ള ലീഫൊക്കെ വരയ്ക്കുകയാണെങ്കിലും അതുപോലെ ചെറിയ വള്ളിച്ചെടി പോലെയൊക്കെ വരയ്ക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടായിരിക്കും. ഇത് നിങ്ങൾക്ക് ക്ലോത്തിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. സാരിയിൽ ക്ലോത്തിലൊക്കെ നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി വേറെ ഏതെങ്കിലുമൊക്കെ വീഡിയോസ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ല എന്നൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ മറക്കാതെ കമൻറ്റ് ചെയ്യുക കേട്ടോ. നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു ഓൾ എന്നുള്ള ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതാണ്. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബായ്, അസ്സലാമു അലൈക്കും.